സംഭവം രസമായി. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഏകദേശം കുറച്ച് പണികളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ വന്നിട്ട് ഞാൻ പിന്നെ യോഗയും ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അടുക്കളയ്ക്ക്. അതുകൊണ്ട് തന്നെ ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എത്ര ലേറ്റ് ആയാലും യോഗ ചെയ്ത് കഴിഞ്ഞിട്ടേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കയ്യിനും കാലിനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി കേട്ടോ. ഇനിയൊക്കെ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവേ. അപ്പം എനിക്ക് മൈൻഡ് ഒന്ന് ഫ്രീ ആവാനും അതുപോലെ തന്നെ നമ്മുടെ കയ്യും കാലൊക്കെ ഒന്ന് ഫ്രീ ആവാനൊക്കെ നല്ലത് യോഗ തന്നെയാണ് കേട്ടോ. മനസ്സായാലും ശരീരത്തിനായാലും ഏറ്റവും നല്ലത് യോഗയാണ്. അപ്പം ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ജിമ്മിന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കണില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ പെയിൻറ്റിങ് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും അങ്ങോട്ട് പെയിൻ്റൊന്നും ചെയ്യണില്ല കേട്ടോ. ഒന്ന് ടച്ച് ചെയ്യണേ ഉള്ളൂ. കാരണം മിക്കതും നമ്മുടെ വീട്ടിൽ ടെക്സ്ചർ പെയിൻറ്റിങ് ആണ് കൊടുത്തേക്കണത് സ്ഥലങ്ങളിലും. അത് ഞാനിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് പറഞ്ഞിട്ട് ഒരു 3-4 വർഷം മുന്നേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എപ്പോഴും ഞാൻ പറയും എനിക്ക് ടെക്സ്ചർ പെയിൻറ്റ് എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങനെ മൊത്തം ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഭാഗങ്ങളിലും നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മതിലൊക്കെ ആകെ നാശമായിട്ടിരിക്കുന്നത് പെയിൻറ്റൊക്കെ പോയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം. പിന്നെ ഉള്ളിൽ അഴുക്കുള്ള ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്യണം. അത്രയേ ചെയ്യുന്നുള്ളൂ. എന്നാലും പെയിൻറ്റിങ് പണി എന്ന് പറയുമ്പോൾ അത്യാവശ്യം പണിയുണ്ടല്ലോ. രാവിലെ തന്നെ അടുക്കള ഒന്ന് വൃത്തിയാക്കി അങ്ങ് കയറാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം നല്ലപോലെ മുഷിഞ്ഞിട്ടാണ് കിടപ്പുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടന്മാർ വന്നിട്ട് ഞാൻ ഇതുവരെ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രണ്ട് വാതിൽ ഇന്ന് ഞാൻ തുറന്നിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ തുറന്നത്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ജനൽ അവർ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തുറന്നിട്ടാണ്. കാരണം ഇവിടെ പൊതുവേ നമുക്ക് അടുക്കളയിൽ കുറച്ച് വെളിച്ചം കുറവാണ് കേട്ടോ. അപ്പോൾ അടച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ തീരെ വെട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ മറ്റേ സ്ട്രിപ്പ് ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. കുറേ നാളായിട്ട് നമ്മൾ കൂർക്ക ഉടന്ന് വെച്ചിട്ട് കുറച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ടേ. എന്നാൽ അപ്പോൾ അത് നേരാക്കിയിട്ട് നമുക്ക് ഇന്ന് ഉപ്പേരിക്ക് ഇതാവാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ രാവിലെ ദോശ തന്നെയാണ് കേട്ടോ ഇന്നും നമുക്ക്. അപ്പോൾ ചട്നിയും ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചെമ്മീനും കൂടി എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് കഴുകിയിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. ഇന്നിപ്പം എന്താ വെച്ചാൽ മീനും കാര്യമായിട്ടുള്ള കറികളൊന്നുമില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളതൊക്കെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. പിന്നെ ഇന്നലെ മാങ്ങ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൊണ്ട് നമുക്ക് മാങ്ങി ചെമ്മീനും കൂടി ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ ആദ്യം തന്നെ നമുക്ക് കൂർക്ക നേരാക്കി കൊണ്ടുവരണം. കൂർക്കയാണ് കേട്ടോ നമുക്ക് ഇതിലൊരു പണി വരുന്നത്. പിന്നെ കയ്യും നാശമാവും. അതാണ് കേട്ടോ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഞാൻ പച്ചമുളക് കുറച്ച് ആവശ്യത്തിനുള്ള എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ വെച്ചാൽ പിന്നെ ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. ബീട്രൂട്ട് ഞാൻ എടുത്തു വെച്ചു. പിന്നെ 2 നാരങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഒരു സാധനം ഉണ്ടാക്കാനാണ് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഉണ്ടല്ലോ കൂർക്ക ഞാൻ ഇതുപോലെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ കൂർക്ക കുറച്ചുകൂടെ നേരം ഒന്ന് അടിച്ചെങ്കിൽ ഒന്നും കൂടെ പോയേനെ. പക്ഷേ ഞാൻ ആ മടി കാരണം കൊണ്ട് വേഗം അങ്ങ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ കൊണ്ടുവന്ന് ഇനി അത് നേരാക്കി എടുക്കണം. അതൊക്കെ നേരാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഉള്ളി, വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാനുണ്ടല്ലോ പച്ചമുളക് ഇട്ടിട്ടാട്ടോ വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ വറ്റൽമുളക്, ഇടിച്ച മുളകില്ലേ, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എണ്ണയിൽ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ചേട്ടനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വയ്ക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചേട്ടൻ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് പോയിട്ടുണ്ട്. പെയിൻറ്റിങ്ങുകാർക്ക് അവർക്ക് പെയിൻറ്റിങ് ചെയ്യുന്ന ചേട്ടന്മാർക്കുണ്ടല്ലോ പെയിൻറ്റൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് ഉള്ളിലൊന്നും കയറിയില്ല. ആ സമയം കൊണ്ട് എൻ്റെ കൂർക്കപ്പേരി ആയിട്ടുണ്ട്. പിന്നെ കൂർക്കപ്പേരിയിൽ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേക്കും ചേട്ടനുള്ള ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ ചായ വെച്ച് കൊടുക്കാം. അപ്പോൾ ചേട്ടന്മാരുണ്ടല്ലോ സാധാരണ പെയിൻറ്റിങ് ചെയ്യാൻ വരുന്നവരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ രാവിലത്തെ ഭക്ഷണമൊക്കെ കൊടുക്കാറ്. ചിലപ്പോൾ ഉച്ചത്തെയും കൊടുക്കാറുണ്ട്. ഇത്തവണ നമുക്ക് കരാറാണ് കൊടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചായ മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലേക്ക് ഉണ്ടാക്കി വെച്ചേ. പക്ഷേ അവർ പറഞ്ഞു അപ്പോൾ അവർ കൊടുന്നിട്ടുണ്ട് ചായ മാത്രം മതി പറഞ്ഞു. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കുകയാണേ. ഒന്നും വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ നമ്മുടെ സ്ഥിരം കലാപരിപാടി, നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക, ചേട്ടൻ അത് കഴിക്കുക. ഇതന്നെ ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ മിക്കവാറും കാണണല്ലേ. അപ്പം ഞാൻ അതേപോലെ തന്നെ ആൾ പ്ലേറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആൾ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനുണ്ടല്ലോ ചൂട് കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടില്ലേ മുടിയൊക്കെ അങ്ങനെ മുകളിലേക്ക് കയറ്റി കെട്ടിയിട്ടുണ്ട് കേട്ടോ.
അതെല്ലാം ചെയ്തതിന് ശേഷം ഞാനുണ്ടല്ലോ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് വറുത്തെടുത്തിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയേക്കണത്. പിന്നെ ഈ ചമ്മന്തി ഞാൻ മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് കാരണം കൊണ്ട് ഞാനത് പറയുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ തലേ ദിവസത്തെ നമ്മൾ രാത്രി ഉണ്ടല്ലോ, ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. ചെമ്മീനും അതുപോലെ പച്ചമുളകില്ലേ നമ്മുടെ കാന്താരിയും അതും കൂടെ വെറുതെ ചതച്ചെടുത്താട്ടോ ഉപ്പും കൂട്ടിയിട്ട്, എന്നിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചതാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഉണ്ടാക്കിയത് അത് കേടുവരുമൊന്നുമില്ല കേട്ടോ, അത് ഒരു ദിവസം വരെയൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ അത് മിക്സിയിൽ ഇരിപ്പുണ്ടായിരുന്നേ, അതങ്ങ് മാറ്റി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട്. സാധാരണ പോലെ ഉള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ തേങ്ങ, മാങ്ങ, എന്താ പറയുക, ചെമ്മീൻ, ഇത്രയും വേണ്ടുള്ളൂ. ഉപ്പും അതും കൂടി ഇട്ടിട്ട് അങ്ങ് അരച്ചെടുക്കുക, അത്ര തന്നെയുള്ളൂ കേട്ടോ. അത്യാവശ്യം നമ്മുടെ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇനി മീൻ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വെക്കേണ്ടി വരും. ചേട്ടൻ അങ്ങനെ ഇടയ്ക്ക് മീൻ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇന്നലെ നമ്മൾ ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു. പിന്നെ അതൊന്ന് ചൂടാക്കി എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ സാധാ പോലെ നമ്മൾ ദോശയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവനിലേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം നമ്മൾ അപ്പോഴേക്കും സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടൊക്കെ സമയമായിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാറാകുമ്പോഴേക്കും നമുക്ക് അതങ്ങ് വെച്ചിട്ട് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അലങ്കോലായി കിടക്കുകയാണ് നമ്മുടെ വീട് കേട്ടോ. നമ്മുടെ റൂമൊക്കെ ഫുൾ അലങ്കോലാണ്. ക്ലീൻ ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ കോലം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റിങ് പണി നടക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല അത്. കാരണം എന്താ വെച്ചാൽ സായു റൂം ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. അപ്പോൾ മുകളിലത്തെ നിലയ്ക്ക് അവൾ കുറച്ച് നാൾ മുൻപ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഈ റൂമിൽ കുറേ വാൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാടുകളും കാര്യങ്ങളും പിന്നെ അഴുക്കൊക്കെ നല്ല പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ അവൾ വീണ്ടും താഴേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ താഴേക്ക് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ നിന്ന് കൊടുന്നിട്ടുള്ള സാധനങ്ങളും ഡ്രസ്സുകളും ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇനി അവൾ ക്ലീനാക്കി വെച്ചോളൂ കേട്ടോ. നാളത്തെ വീഡിയോയിൽ അങ്ങനെ ഞാൻ കാണിച്ചു തരാം. കാരണം പുള്ളിക്കാരത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ വലിച്ചു വാരിയിടും. ആദ്യം മുതലേ കംപ്ലീറ്റ് വലിച്ചു വാരിയിട്ടിട്ട് അത് വൃത്തിയാക്കും. നമ്മളെപ്പോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തൊട്ട് പോവില്ല. നല്ല പോലെ ക്ലീൻ ആക്കിയിടും. പക്ഷെ അത് വല്ലപ്പോഴും ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ അതിൽ കണ്ടത് മുഴുവൻ കേട്ടോ. ഞാൻ പഠിച്ചിരുന്ന സമയത്തുള്ള ബ്രഷുകളും കാര്യങ്ങളും, മേക്കപ്പ് പഠിച്ചിരുന്ന സമയത്തുള്ള ബ്രഷുകളും കാര്യങ്ങളൊക്കെയാണ് അതിൽ മിക്കവാറും കണ്ടിട്ടുള്ളത്. പിന്നെ അവളുടെ കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസാണ് കേട്ടോ. അങ്ങനെ ഞാൻ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് തുണി വിരിച്ചിടാണ്ട്, അതുപോലെ തന്നെ മുളക് കുറച്ച് പറിക്കാണ്ട്, അത് എന്താ പറയുക, നമുക്ക് വേറെ 2-3 തൈയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുളക്, അതിലും നിറച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നുണ്ട്. പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികൾ പുതിയത് ഇങ്ങനെ വരില്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ട് സൈഡിലേക്ക് നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രമേ അത് നേരെ പോവുള്ളൂ കേട്ടോ. അതും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ സായ സച്ച് നീറ്റിട്ടില്ല. ഇന്നലെ 2 ആളും ഈ റൂമിലാണ് കേട്ടോ. ആ റൂം ഇത്രയും അലങ്കോലമായ സ്ഥിതിക്ക് അവിടെ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 പേരും കൂടെ അവിടെ കിടക്കുന്നു. പക്ഷേ ഇത്ര നേരമായിട്ട് നീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ പോയി തട്ടി വിളിക്കുന്നുണ്ട്. വരുന്ന വഴിക്ക് ഞാനുണ്ടല്ലോ പുതിനയിലും കൂടി പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് മിൻറ്റ് ലൈം ഉണ്ടാക്കണമെന്ന്. ഞാൻ മുന്നേയൊക്കെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ പഞ്ചസാരയുടെ ഉപയോഗം നമുക്ക് കുറച്ച് കാരണമുണ്ട് നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കൽ കുറവാണ് കേട്ടോ. കാരണം ഒരു മിൻറ്റ് ലൈം എന്നൊക്കെ പറയുമ്പോൾ നല്ല പോലെ പഞ്ചസാര ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ സായുനാണെങ്കിൽ വലിയ താല്പര്യമില്ല ഷുഗർ. പിന്നെ ചേട്ടനാണെങ്കിൽ ഒട്ടും കഴിക്കില്ല കേട്ടോ. ഷുഗർ കട്ട് ചെയ്തിട്ട് ആൾ 4 വർഷമായിട്ടുണ്ട്. 4 പോരാ കേട്ടോ. ആൾക്ക് ഷുഗറിനോട് പൊതുവേ താല്പര്യമില്ല. ഷുഗറുള്ള ഒന്നിനോടും താല്പര്യമില്ല. പിന്നെ ചായയൊന്നും കുടിക്കില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഷുഗർ കട്ട് ചെയ്യാൻ പറ്റി കേട്ടോ. അങ്ങനെയാണ്. ഷുഗറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആൾക്ക്. പക്ഷേ ആൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ കഴിക്കും. ബീട്രൂട്ട് നമ്മൾ സാധാരണ പുതിനയില നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ആ ബീട്രൂട്ടും കൂടെ ചേർത്തൊന്നും ഇത്തിരി ഷുഗർ ചേട്ടന് പറ്റില്ല. ബാക്കിയൊക്കെ ടേസ്റ്റ് ഇല്ലേ? എത്ര രൂപയാണ്? ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ ഞാനുണ്ടല്ലോ ഷോർട്സിൽ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കാതിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നമുക്ക് എന്താ പണിക്ക് വന്ന ചേട്ടന്മാർക്കും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അവർക്കും കൂടി കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സായുവിനും കൊടുക്കാം. അവൾ കുറേ നേരമായിട്ടോ അത് ഉണ്ടാക്കുമ്പോൾ തൊട്ടിട്ട് പറഞ്ഞിരിക്കുകയാണ് തായോ എന്ന്. അപ്പോൾ ഞാൻ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവൾക്കും കൂടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട്
അങ്ങനെ ഇതേ സൈന് കൊടുക്കാൻ പോയപ്പോഴാണ് കേട്ടോ അവർ ഓപ്പറേഷൻ സിന്ദൂറില്ലേ അതിനെക്കുറിച്ചുള്ള ന്യൂസ് കാണാനാണ് കേട്ടോ ചേട്ടനും മോളും. അപ്പോൾ ഞാനും അവിടെ കുറച്ച് നേരം ഇരുന്നു. കാരണം എന്താ വെച്ചാൽ എന്താ പറയുക, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് എത്ര സൈനികരാണല്ലേ ഈ യുദ്ധത്തിന് ഇറങ്ങിയേക്കണത്. അപ്പോൾ അവരൊക്കെ ദൈവം കാക്കട്ടെ എന്ന് വിചാരിക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്ന് ഞാനിട്ട് ചുരിദാർ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, യൂട്യൂബ് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം.